ഞാൻ ലയൺസ് ക്ലബിന്റെ ഈ എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസിന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആണ്. പ്രശാന്ത് മേനോൻ ആർ. യെസ്. ഞാൻ ജയകൃഷ്ണൻ ടി, ഡിസ്ട്രിക്ട് ഗവർണറാണ്. 380 കൺസിസ്റ്റ് ഓഫ് പാലക്കാട് ആൻഡ് തൃശ്ശൂർ. അഭയൻ പി. ഞാൻ എമർജിംഗ് തൃശ്ശൂരിന്റെ ചെയർമാനാണ്. എന്റെ പേര് KC ജോൺസൺ. ഞാൻ എമർജിംഗ് തൃശ്ശൂരിന്റെ കൺവീനറാണ്. എന്റെ പേര് ലയൻ രാജൻ കെ നായരെ. ഞാൻ ലയൺസ് ക്ലബിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി. രാജൻ കെ നായർ. നമ്മള് ഇന്നിവിടെ വന്നിരിക്കുന്നത് ലയൺസിന്റെ ഒരു പ്രൈം പ്രൊജക്റ്റ് ആണ്. അതായത് നിർധരായവർക്കും അല്ലെങ്കിൽ സമൂഹത്തില് മാറി നിൽക്കുന്നവർക്കും ഒക്കെ ജോലി കൊടുക്കുക എന്നുള്ളത്, അതാണ് എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ്. അതിന്റെ വിവിധ പ്രോഗ്രാമുകളുമായിട്ട് നമ്മൾ ആരംഭിക്കുകയും അതേപോലെ തന്നെ നമ്മൾ ഒരു പോർട്ടലിലൂടെ ലയൺസിന്റെ ഒരു ജോബ് പോർട്ടൽ ആരംഭിക്കുകയും എല്ലാം ഈ വർഷം നമ്മൾ തുടങ്ങിയത്. അതിന്റെ ഒരു കൺക്ലൂഷനാണ് നമ്മൾ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു. അപ്പോഴാണ് നമ്മൾ എമർജിംഗ് തൃശ്ശൂരുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ ശക്തൻ മേഖലയിൽ വെച്ചിട്ട് ഒരു 6 ദിവസത്തെ പ്രോഗ്രാം എമർജിംഗ് തൃശ്ശൂരിന്റെ ഭാഗമായി പ്രോഗ്രാം ഉണ്ട്. അതിൽ 6-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. അതിൽ 8-ാം തീയതി ഫ്രൈഡേ നമ്മള് 100ഓളം കമ്പനികളോ ഏകദേശം 1000ഓളം തൊഴിലവസരങ്ങളുമായി ഒരു സൗജന്യ ഒരു ജോബ് മേളയാണ് നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിരവധി വലിയ കമ്പനികളെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം ലയൺസിന്റെ തന്നെ ഒരുപാട് കമ്പനികൾ നിങ്ങളുടെ മെമ്പേഴ്സിന്റെ ഉണ്ട്. എമർജിംഗ് തൃശ്ശൂരിന്റെ ഭാഗമായിട്ടും പല ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഇന്ന് ജോലിക്കാരെ വേണ്ട ഒരു സിറ്റുവേഷനാണ്. നമുക്കെല്ലാം ഇന്ന് സമൂഹത്തില് എല്ലാ കമ്പനികളിൽ നിന്നും ജോലിക്കാരെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇന്ന് പഠിച്ചിറങ്ങിയ എല്ലാവർക്കും ജോലി ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതില് നമ്മുടെ ആവശ്യം ഇന്നിവിടെ പ്രസ് ക്ലബിൽ എത്തിയിരിക്കുന്നതിന്റെ ആവശ്യം തീർച്ചയായിട്ടും ഇത് ഞങ്ങളിലൂടെ മാത്രം അറിയിക്കപ്പെടുമ്പോൾ കുറച്ചു പേര് മാത്രമാണ് കാണുക. ഞങ്ങൾക്ക് കമ്പനികളെ എത്തിക്കാൻ സാധിക്കും. പക്ഷെ ആഗ്രഹമുള്ള ആവശ്യക്കാരായ ഉദ്യോഗാർത്ഥികളെ ഈ മേഖലയിലേക്ക് എത്തിച്ചേർത്തിക്കൊണ്ട് അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മികച്ച ജോലിയിലേക്ക് പ്രാപ്തിയാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ആവശ്യം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ നിങ്ങളായിട്ട് അറിയിക്കുന്നത്. ലയൺസ് 380 ഈ വർഷം ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രധാന പ്രൊജക്റ്റാണ് എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ്. അതിൽ നമ്മൾ നാളിതുവരെയായിട്ട് മഴയും വെയിലും ഒക്കെ കൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ഒരു എലിഫന്റ് അംബ്രല്ല എന്നുള്ള രീതിയിൽ 300ഓളം വലിയ കുടകൾ കൊടുത്തുകൊണ്ട് അവരുടെ ഹെൽത്ത് ആരോഗ്യം കൂടെ കൂടുതൽ നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇനിയും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് പോർട്ടലിലൂടെ നമ്മുടെ വെബ്സൈറ്റിലൂടെ ഒരു ആപ്പിലൂടെ കുറെ ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായി നാളിതുവരെ 300ഓളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ എല്ലാം ഒരു ശക്തി നമുക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ വരുന്ന 8-ാം തീയതി മെയ് 8-ാം തീയതി എമർജിംഗ് തൃശ്ശൂരുമായിട്ട് കൈകോർത്തുകൊണ്ട് വിവിധ മേഖലയിലുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ കോർപ്പറേറ്റ് കമ്പനികൾ ഓൾറെഡി നമ്മളോട് ഉള്ളതുകൊണ്ട് അതിന്റെ അപ്പുറത്ത് നമ്മൾ കുറെ ആളുകളെ സമീപിച്ചുകൊണ്ട് തൊഴിൽ ദാതാക്കളെയും തൊഴിൽ ആവശ്യമുള്ള ആളുകളുടെയും ഒരു വലിയ പ്ലാറ്റ്ഫോം, ഇത്രയും വലിയ ഒരു ജോബ് ഫെയർ നടന്നിട്ടുണ്ടോ കേരളത്തിൽ നമുക്കറിയില്ല. അത്രയധികം കമ്പനികളെയും നമ്മൾ അവിടെ കൊണ്ട് എത്തിക്കുകയാണ്. 100ഓളം ടേബിളുകൾ തന്നെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട്, ടേബിളും ചെയർസ്. അതിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പ്രാധാന്യമായി കിട്ടുന്നത് ഒരു ചോയ്സാണ്. അവിടെ LED ഡിസ്പ്ലേ ഉണ്ട്, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേരുകൾ വരും. അതിനനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്ന കമ്പനികളിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രിലിമിനറി ഇന്റർവ്യൂ ഉണ്ടാവും. പ്രിലിമിനറി ഇന്റർവ്യൂ അവിടെ വെച്ച് നമ്മൾ കൊടുക്കും. അപ്പോയിന്റ്മെന്റ് ഒന്നും നമുക്ക് ഒരിക്കലും അവിടെ വെച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അത് പിന്നീടുള്ള ഇന്റർവ്യൂവിലും ഭാഗമായിട്ട് ഒരു വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്
തൊഴിൽ ചെയ്യുന്ന ആവശ്യമുള്ള ആളുകൾക്ക് നമ്മളോട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അത് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഒരു വലിയ സഹായം നിങ്ങളിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ ഒരു പരിധി വരെ പല ആളുകൾക്കും അത് അറിയിക്കാൻ നമുക്ക് കഴിയും. ഒരു പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തേക്ക് വരുമ്പോൾ ഒരുപാട് തൊഴിൽ ലഭിക്കാതിരിക്കുന്ന ആളുകൾ, അവരുടെ തൊഴിൽ മെച്ചപ്പെടുത്താൻ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കും ഒക്കെ ആയിട്ട് വലിയ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ അവിടെ സംഘടിപ്പിക്കണം. അത് ഈസിയാണ്. ഏകദേശം ഇത്രയും ആളുകൾക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ സ്റ്റേജും സംഭവങ്ങളുമാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന് എവർത്തിങ് തൃശ്ശൂരിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. അത്രയും വലിയൊരു ആളും മറ്റൊക്കെ സംഘടിപ്പിച്ചത്. എന്തായാലും ലയൺസ് ഇന്റർനാഷണൽ 318D പാലക്കാട് തൃശ്ശൂർ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്റ്റാണ്. അവിടെ നിന്ന് നമുക്ക് ഒട്ടേറെ ഇത്തരത്തിലുള്ള റെസ്പോൺസുകൾ കിട്ടിയിട്ടുണ്ട്. പറ്റാവുന്ന രീതിയിൽ എല്ലാ ആളുകളിലേക്കും ഈ സന്ദേശം എത്തിക്കാനായിട്ട് നിങ്ങളോട് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ഇതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട എവർത്തിങ് തൃശ്ശൂരിന് കൂടുതൽ വ്യക്തമായി പറയാൻ കഴിയുമെന്ന് അവരെ കൂടെ ഇതിലേക്ക് വലിയ രീതിയിൽ വിജയമായ ഒരു പരിപാടിയായിരുന്നു തൃശ്ശൂർ. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമോ എന്നുള്ള സംശയത്തിൽ നിന്ന് സ്ഥലത്ത് നിന്ന് ഇത്രയും വലിയൊരു ബിസിനസ് എക്സ്പോ ആൻഡ് ബിസിനസ് കോൺക്ലേവ് ഒരു കൂട്ടായ്മയോടെ നടത്തിയ പരിപാടിയായിരുന്നു. അതിനുശേഷം ഈ മെയില് നടത്താൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂരിലെ ഓർഗനൈസേഷൻസും എല്ലാമായിട്ട് കൂടിച്ചേർന്നുകൊണ്ടാണ് പ്രവേശനം ചെയ്യുന്നത്. 5ഓളം ഓർഗനൈസേഷൻസ് ഒന്നിച്ച് കൂടി ചെയ്യുന്നു എന്ന് പറയാം. നമ്മൾ എല്ലാവരും ഓരോ ഓർഗനൈസേഷന്റെ ഭാഗമാണ് അതിലുള്ള. അത് ലയൺസ് ക്ലബ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസോസിയേറ്റ് ആണ് നമ്മുടെ. അതുപോലെ തന്നെ JCI, റോട്ടറി, തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ, BNI, ഇത്രയും ഓർഗനൈസേഷൻസ് കൂടിയാണ് ഈ വർഷം ഇത് നടത്തുന്നത്. കുടുംബശ്രീ മിഷനും കൂടി ഇതുമായിട്ട് ഗവൺമെന്റ് ലെവലിലാണെങ്കിൽ KSIDC, KDISC, കുടുംബശ്രീ മിഷൻ എന്നിവർ കൂടി നമ്മളുമായിട്ട് ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 5 ദിവസം നീണ്ടുനിൽക്കുന്ന വലിയൊരു പരിപാടിയാണ്. ആ സമയത്താണ് നമ്മൾ ലയൺസ് ക്ലബുമായിട്ട് സംസാരിച്ചപ്പോൾ ലയൺസ് ക്ലബിന്റെ ഒരു വലിയ പ്രൊജക്ട്, ഒരുപക്ഷെ ഒരു ഡ്രീം പ്രൊജക്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രൊജക്ട്, എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ് എന്നുള്ള പ്രൊജക്റ്റുമായിട്ട് ഇത് കൊളാബറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ച് പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് നമ്മൾ അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വളരെ പ്രധാനപ്പെട്ട കമ്പനികൾ പങ്കെടുക്കുന്ന ഒരു എക്സ്പോയാണിത്. ഇപ്പൊ തന്നെ 50-ന് മുകളിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 100-നടുത്ത് എത്തിക്കാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 400ഓളം കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊരു 1000-ഓളം പേരെ എത്തിക്കുക ഉദ്യോഗാർത്ഥികളെ എന്നുള്ള ലക്ഷ്യത്തിലാണ് നിങ്ങളിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു മേള എന്നുള്ള രീതിയിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ട് അതിനൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാനും ആരൊക്കെയാണ് പങ്കെടുക്കുന്ന കമ്പനികൾ എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാനും പറ്റും. അവിടെ വരുന്നവർക്കും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ കമ്പനികളിലെ റെപ്രസെന്റേറ്റീവ്സിനെ മീറ്റ് ചെയ്യാനും അവരെ കാണാനും ഉള്ള എത്ര ആൾക്കാർ വന്നാലും ചെയ്യാനുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം പറഞ്ഞപ്പോൾ എമർജിംഗ് തൃശ്ശൂരിന് ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്ട്സ് അതിനുള്ളിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ലയൺസ് ക്ലബ് ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഏരിയ നമ്മുടെ ഒരു ദിവസം പകുതിയിലധികം സമയവും ആ ഏരിയ നമ്മൾ ലയൺസ് ക്ലബിന് ഇത് നടത്താൻ വേണ്ടി കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മേള യാഥാർത്ഥ്യമാകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതിന് വേണം. ഇത് കൂടാതെ എമർജിംഗ് തൃശ്ശൂരിൽ ഒട്ടേറെ പരിപാടികൾ നടക്കുന്നുണ്ട്. തൊഴിൽ മേള അതിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ബിസിനസ് കോൺക്ലേവുകളും ബിസിനസ് ടോക്സ്, സെമിനാർസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. രാത്രിയിൽ കൾച്ചറൽ നൈറ്റ്, കൾച്ചറൽ ഈവന്റ്സ് നടക്കുന്നുണ്ട്. ഒരു ഫിലിം അവാർഡ് നൈറ്റ് നടക്കുന്നുണ്ട് 2ാമത്തെ ദിവസം. അങ്ങനെയുള്ള പ്രോഗ്രാം. പിന്നെ കുടുംബശ്രീ മിഷന്റെ ഒരുപക്ഷെ തൃശ്ശൂരിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഫുഡ് കോർട്ട് അവിടെ കൊണ്ടുവരുവാണ്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ, പദാർത്ഥങ്ങൾ അടങ്ങുന്ന ഒരു വലിയ ഫുഡ് കോർട്ട് കുടുംബശ്രീ മിഷൻ അവിടെ അറേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ KDISC, KSIDC പോലുള്ള ഗവൺമെന്റ് ഓർഗനൈസേഷൻസിന്റെ പാനൽ ഡിസ്കഷൻസും സെമിനാർസും ഇവിടെയുള്ള പുതിയ കാലത്തെക്കുറിച്ചും പുതിയ മാറ്റങ്ങളെ കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെമിനാറുകൾ, അതുപോലെയുള്ള പാനൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രോഗ്രാമാണ് വരുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് തൊഴിൽ മേള. ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു കമ്പനി 5 പേരെങ്കിലും എടുക്കാൻ സാധ്യതയുള്ള കമ്പനിക്കാരെ മാത്രമാണ് നമ്മൾ അവിടെ നമ്മൾ 100 ടേബിളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് എ ടൈമിൽ 100 കമ്പനിക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ആ ഹാളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള വളണ്ടിയേഴ്സ്, സിസ്റ്റം എല്ലാം റെഡിയാണ്. നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയർ റെഡിയാണ്.
വരുന്നൊരു കുട്ടിക്ക് 3 ഇന്റർവ്യൂ വരെ ആ കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാവും റിലേറ്റഡ് വിത്ത് ഹിസ് ജോബ്. അങ്ങനെ 3 ഇന്റർവ്യൂ വരെ ഒരു കുട്ടിക്ക് അവിടെ ആവശ്യമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമുക്കതിൽ എത്ര ഉദ്യോഗം ആവശ്യമുള്ള ആളുകൾ വന്നാലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് 9 മണിക്ക് തുടങ്ങി 1 മണി വരെ ഉണ്ട്. 600ഓളം ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കഴിയും. ഒരാൾക്ക് ഏകദേശം ഹാഫ് ആൻ അവർ 1 അവറിനുള്ളിൽ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. മാത്രമല്ല വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ ഡിജിറ്റലായിട്ട് അധികം സമയം അവർക്കും നഷ്ടപ്പെടാത്ത രീതിയിൽ LED ഡിസ്പ്ലേയിൽ കൂടെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ടേബിളും നമ്പറും ഒക്കെ ഇട്ട് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ് പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിൽ ആവശ്യമുള്ള ആളുകൾ വന്നാലും നമുക്ക് ചെയ്യാം, തൊഴിൽ കൊടുക്കാനുള്ള ആളുകൾ വന്നാലും നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. കാരണം അവർക്ക് ആവശ്യമുള്ള ആളുകളെ കിട്ടിയാൽ നെക്സ്റ്റ് ആ ടേബിളിൽ നമുക്ക് വേറെ ആളെ അക്കോമഡേറ്റ് ചെയ്യാം. നേരത്തെ തന്നെ നമുക്ക് ടൈം കൊടുക്കണില്ല, സ്പോട്ട് രജിസ്ട്രേഷൻ നമ്മൾ അലോ ചെയ്യുന്നു. കേരളത്തിലെവിടെയും അതിന്റെ ചെയർമാൻ നമ്മളോട് സംസാരിച്ച് ഞാൻ എത്ര വേണമെങ്കിൽ എടുക്കുന്ന ആളുകളെ നമുക്ക് കിട്ടുന്ന ആവശ്യമുള്ള ആളുകൾ. പക്ഷെ അവർക്കൊക്കെ ഇന്ത്യയിലെവിടെയും ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ. അപ്പൊ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്റർവ്യൂവിന് വരാം. അതിനനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മൾ കൊടുക്കണം. അപ്പൊ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇവിടെ തൃശ്ശൂർ മാത്രമായിട്ട് നിലകൊള്ളുന്നതല്ലല്ലോ, അവരുദ്ദേശിക്കുന്ന രീതിയിൽ പല ഭാഗങ്ങളിലും. അപ്പൊ എവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വന്ന് നമ്മൾ പറയുന്നത് അത് നമ്മൾ പോർട്ടലിൽ ചെക്ക് ചെയ്താൽ കഴിയും. അതിന്റെ ലിങ്ക് ഉണ്ട്, ലിങ്ക് ഇതിൽ കൊടുക്കും. ഇതിലിപ്പോ ഓൾറെഡി നമ്മളിപ്പോ തന്ന പോസ്റ്ററിൽ നമ്മുടെ QR കോഡ് ഉണ്ട്. നമ്മൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആർക്ക് വേണമെങ്കിൽ കയറി കമ്പനികൾക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അതേപോലെ തന്നെ എംപ്ലോയീസിനും രജിസ്റ്റർ ചെയ്യാം. അവർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഒരു കൺഫർമേഷൻ മെയിൽ കൊടുക്കും. ആ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് അവർക്കുള്ള സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കും. കൂടാതെ ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് വന്നാലും അവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ക്വാളിഫിക്കേഷന് പ്രത്യേകിച്ച് ഒരു ബാരിയർ വെക്കുന്നില്ല. എനി ക്വാളിഫിക്കേഷൻ അവർക്ക് ഇന്റർവ്യൂവിനുള്ള അറേഞ്ച്മെന്റുകൾ ഉണ്ട്. അപ്പൊ അവിടെ ചില കമ്പനികളുടെ ഡ്രൈവേഴ്സിന്റെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ജോലി കൊടുക്കാവുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഇതിലൂടെ പ്രത്യേകിച്ച് ലക്ഷ്യമിടുന്നത്. സ്വീപ്പേഴ്സ് വന്നാലും നമുക്ക് ആവശ്യമുള്ള കമ്പനികൾ ഉണ്ടാവില്ല, പല കമ്പനികൾക്കും. അവർക്കൊക്കെ നമുക്ക് അതിനുള്ളിൽ എൻട്രി ഉണ്ട്, ആ രീതിയിൽ നമുക്ക് ചെയ്തു തുടങ്ങും. ബട്ട് പിന്നീട് രജിസ്ട്രേഷൻ ഏർലിയർ ആയിട്ട് കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടെ പ്ലാനിങ്ങിൽ ബെറ്റർ ആയിരിക്കുന്നത് മാത്രം. ഒരു 5 കമ്പനിയാണ് നമുക്ക് ഒരു എംപ്ലോയിക്കിന് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിലവർ ചൂസ് ചെയ്തിട്ട് ഏതാ വേണ്ട വെച്ചാൽ ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടുതലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു എന്ന് മാത്രം. എന്തായാലും ഈ ലോകത്തിന്റെ നിറയിൽ ലാൻസൺ ഇന്റർനാഷണലില് നമ്മള് 318D പാലക്കാടും തൃശ്ശൂരുമാണ് സർവീസിൽ 1ാം നമ്പറായി നിൽക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഈ വർഷം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 100ഓളം ആർട്ടിഫിഷ്യൽ ലിംബ്, ഒന്നിന് 1 ലക്ഷം രൂപയാണ് പുറത്ത് ചാർജ് ചെയ്യുക, പ്രൈവറ്റ് ആയി പോയാൽ. അത് ലയൻസിലൂടെ ചെയ്യുമ്പോൾ 14,000, മോട്ടിന്റെ മുകളിൽ 14,000, നീയുടെ താഴെ 7,000 ഒക്കെ. നമ്മളത് ഒരു കോർപ്പറേറ്റ് കമ്പനി ധനലക്ഷ്മി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 100ഓളം ലിംബുകൾ നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ, ബെനിഫിഷ്യറിയിൽ 1 രൂപ പോലും നമ്മൾ വാങ്ങിക്കാണ്ട് കൊടുത്തു. അതേപോലെ തന്നെ 200 സീവിംഗ് മെഷീൻ ഇപ്പൊ മണപ്പുറം ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതേമാതിരി എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റന്റെ ഭാഗമായിട്ട് ഇദ്ദേഹമാണ് അതിന്റെ കോർഡിനേറ്റർ. 300ഓളം അമ്പർല, എലിഫന്റ് അമ്പർല 300ഓളം പാലക്കാട് തൃശ്ശൂരുമായി കൊടുത്തു കഴിഞ്ഞു. ഇനിയും അത് ആവശ്യമുള്ള ആളുകൾക്ക് നമുക്ക് ഇതെല്ലാം ക്ലബ്ബ് ത്രൂ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത പോർട്ടൽ പ്രകാരമുള്ള ആളുകൾക്ക് വരുമ്പോൾ കനറ ബാങ്ക് അടക്കം നമ്മളായിട്ട് സഹകരിച്ചുകൊണ്ട് ഇൻക്ലൂഡിങ് താമസ സൗകര്യം, ഇല്ലേ, ഫുഡും കൊടുത്തുകൊണ്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് ട്രെയിനിങ് അവർ കൊടുത്തു കുറെ ആളുകൾക്ക്. അതിനുശേഷമുള്ള ഫിനാൻഷ്യൽ എയ്ഡും അവർ പറ്റുമെങ്കിൽ കൊടുത്തുകൊണ്ട് കനറ ബാങ്ക് ലയൻസുമായി സഹകരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കമ്പനികൾ നമ്മുടെ ഈ ലയൻസ് ഓർഗനൈസിങ്ങുമായി സഹകരിച്ചിട്ട് വളരെ നല്ല രീതിയിൽ അവർ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. മറ്റേതൊക്കെ സിംഗിൾ ഇന്റർവ്യൂ ഒരു കമ്പനിയിൽ വിളിച്ച് അവിടെ പോകണം. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഒരു എംപ്ലോയിന് ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞാല്, ഞാൻ അതാ പറഞ്ഞത്, കേരളത്തിൽ അങ്ങനെ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇത്രോളം കമ്പനികൾ ഒരു കുടക്കീഴിൽക്കുണ്ട്. നമ്മളിത് 1 ഡേ പ്രോസസ് അല്ല, ഈ ഒരു വർഷം മാത്രമേ. ഇത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കും ഇത് ഇല്ലേ ഒരു കണ്ടിന്യൂ പ്രോസസ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ കൂടുതൽ. അതുകൊണ്ടാണ് ഇതിന്റെ പേര് തന്നെ എമർജിങ് തൃശ്ശൂർ. നമ്മളെല്ലാം അതിന്റെ ഭാഗങ്ങളാണ്. തൃശ്ശൂരുകാരാണ്. തൃശ്ശൂരില് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ടൈക്കൂൺസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ആ വളർച്ചയിലേക്ക് ഒന്നും കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുപാട് ആളുകൾ സഹായിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം കൂടി കൊണ്ടുവരുന്നത്. അന്ന് വരുന്ന ആളുകൾക്ക് എക്സിബിഷനും ഫുൾ ടൈം അവിടെ കാണാനും വിസിറ്റ് ചെയ്യാനും എല്ലാ എൻട്രി ഒക്കെ ഫ്രീയാ. എല്ലാം AC കളാണ്, നമുക്കറിയാം ഇപ്പോഴത്തെ ചൂട്. അതിൻ്റെ ഉള്ളിൽ പോയാൽ വളരെ സുതാര്യമായിട്ട് എല്ലാം കാണാനും റെസ്റ്റ് എടുത്തുകൊണ്ടൊക്കെ ടൈമൊക്കെ കൺസ്യൂം വലിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ല ഒരു എക്സിബിഷൻ കൂടിയായിട്ടാണ് ഇത് അവിടെ നടക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു സംഭവമാണ് ജോബ് ഫെയർ എന്നുള്ളത്. സോഷ്യൽ കമ്മിറ്റ്മെന്റ്. അതിന് നിങ്ങളുടെ സഹായങ്ങൾ വേണം. ഒരു പ്രാവശ്യം മാത്രം ഞങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് ആണ്, കൂടുതൽ പ്രാവശ്യം റിമൈൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രസിദ്ധീകരണത്തിലും കൂടെ ഇത് പോകണമെന്നുള്ളതാണ്. കാരണം ഒരു ഉദ്യോഗാർത്ഥിയും ഇത് കണ്ടില്ല എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അവരുടെ ജോബിന്റെ ബെറ്റർമെന്റിന്, അതേപോലെ തന്നെ ജോബില്ലാത്ത ആളുകൾക്കും ഒക്കെ ഇത് വലിയ രീതിയിൽ ഉപകരിക്കും. ഇപ്പൊ നമ്മൾ കേൾക്കുന്നതൊക്കെ പല കമ്പനികളിൽ നിന്നും പിരിച്ചുവിടലിന്റെ വാർത്തകളാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ആളുകൾക്ക് ഇത് കൂടുതൽ ഉപകാരപ്രദമാവട്ടെ. ഒരു സാമൂഹ്യ ക്ഷേമത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കും നമ്മൾക്കൊക്കെ അതിലുള്ള വലിയ പങ്ക് വലുതാണ് താനും. അതുകൊണ്ട് നിങ്ങളിലേക്ക് സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാവുമെന്ന് കൂടെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ.